ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കിച്ചണിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് ലഞ്ച് മേക്കിംഗ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സമയവും ദിവസവുമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു കാര്യമാണ് ഉണ്ടാക്കുന്നത്. ഒരു സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഐറ്റം അല്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ എല്ലാം വ്ളോഗ്സിലൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ എനിക്കിത് ഉണ്ടാക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന മഷ്റൂം എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മനസ്സിലായില്ല എന്താണെന്ന്. മഷ്റൂമാണ്. അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റ്നട്ട് മഷ്റൂമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെസ്റ്റ്നട്ട് മഷ്റൂം എന്ന് പറയുമ്പോൾ സാധാരണ മഷ്റൂംസ് തറയിലൊക്കെ വളരുന്നതൊക്കെ ഉണ്ടാവും. ഇത് മരത്തേൽ വളരുന്നതാണ്. ഓക്കെ, വുഡിൽ തടിയിൽ വളരുന്നതാണ് നമ്മുടെ ചെസ്റ്റ്നട്ട് മഷ്റൂം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നട്ടി ഫ്ലേവർ. ഇവിടെ ചെസ്റ്റ്നട്ട് മഷ്റൂമാണ് ഞാൻ കഴിക്കുന്ന ടൈപ്പ് ഓഫ് മഷ്റൂം. മറ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും നല്ല ഫ്രഷായിട്ട് മഷ്റൂംസ് ഉണ്ട് ഇവിടെ. ക്വാണ്ടിറ്റി ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയാറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർക്കണമല്ലോ. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മഷ്റൂം ബിരിയാണി തന്നെ ഉണ്ടാക്കാം. അത് ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെസ്റ്റ്നട്ട് മഷ്റൂം. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. സിമ്പിൾ, ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടാണ് അവസാനത്തെ ഔട്ട്കം. ഇതിനകത്ത് ഞാൻ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കും. സാധാരണ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ബിരിയാണീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇതുവരെ ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ എക്സലൻ്റ് ആണ്. അപ്പോൾ ഞാനതൊരു എക്സ്പെരിമെൻ്റലായിട്ട് ഞാൻ അതങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു അതൊരു നല്ല ഒരു ഐഡിയയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ എക്സ്പെരിമെൻറ്റ്സിലൂടെ പുതിയ പുതിയ ഐഡിയാസിലേക്കും പോകാറുണ്ടല്ലോ. ടേസ്റ്റാണ് എൻ്റെ എപ്പോഴും ഉള്ള ഫോക്കസ്. അപ്പോൾ ഇതൊരു ഗംഭീര സംഭവമാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ്നട്ട് മഷ്റൂം ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ. അതെ, കുറച്ച് വലിയ പീസസ് ആയിട്ടാണ്. അതായത് ഓരോന്നും ഏറ്റവും വലുതാണെങ്കിൽ 6 മുറിക്കുന്നു. മീഡിയം സൈസിനെയൊക്കെ 4 ആക്കുന്നു. ചെറുത് 4 ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇത് ചുരുങ്ങുമല്ലോ, ഇതിനകത്ത് വെള്ളം ഉണ്ടാകും. അപ്പോൾ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇത് വളരെ ചെറിയ പീസായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് 450 grams ഓഫ് ചെസ്റ്റ്നട്ട് മഷ്റൂം. പിന്നെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു, ഉള്ളി എല്ലാം സെറ്റാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അരിയാൻ പോകുന്ന സമയം എല്ലാം പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചു പെട്ടെന്ന്. ഇതൊരു 3 സവാളയുണ്ട്, പിന്നെ ടൊമാറ്റോ 2 എടുത്തു. കുറച്ച് കാര്യങ്ങളൊക്കെ മതി, ധാരാളം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ ഉണ്ട്. ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിനയില ഇല്ല കേട്ടോ, കഷ്ടമായി പോയി. മല്ലിയില ഭാഗ്യത്തിനുണ്ട്, അപ്പോൾ മല്ലിയില ചേർക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുകയാണ്. ഓക്കെ, തുടങ്ങിയാലോ. അപ്പോൾ നമ്മളുടെ മഷ്റൂം ബിരിയാണി ആരംഭിക്കാം അല്ലേ, ഉണ്ടാക്കി തുടങ്ങാം. നോക്കിക്കോളൂ, ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ അല്പം നെയ്യ്, ഓക്കെ, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. 1.5-2 ടേബിൾ സ്പൂൺ എന്ന് വെച്ചോളൂ. അതിനോടൊപ്പം കുറച്ച് എണ്ണയും കൂടി, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇവിടെ ഇപ്പോൾ റേപ്പ് സീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നു. ഇതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയാണ് ഇഷ്ടം അതുപോലെ. റേപ്പ് സീഡ് വെച്ചാൽ RAPESEED, റേപ്പ് സീഡ് ഓയിൽ. അത് ഭയങ്കര നല്ല ഓയിലാണ് ഹെൽത്തിന്. എണ്ണ നെയ്യ് കോമ്പിനേഷൻ ചൂടാകട്ടെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ജീരകം, നല്ല ജീരകവും പിന്നെ സാജീരകവും. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്, 1/2 ടീസ്പൂണോളം സാജീരകം. ഇത് കാരവേ സീഡ് എന്നും പറയും, ഇംഗ്ലീഷിൽ അത് പറയാം, കാരവേ സീഡ്. ഏത് ബിരിയാണി ചേർത്താലും ഇത് ഭയങ്കര ഫ്ലേവറാണ്. എനിക്കിതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹോൾ സ്പൈസസ്, പട്ടയുടെ ഒരു കഷ്ണം, ഒരു 3-4 ഗ്രാമ്പൂ, 2-3 ഏലക്ക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഞാൻ ബേ ലീഫ് മാത്രം ഇതിനകത്തേക്ക് ഇടുന്നു. ചെറുതായതുകൊണ്ട് ഒരു 3 എടുത്തു. കാര്യം ഇങ്ങനെ ഹോൾ സ്പൈസസ് കടിക്കുന്ന ഇവിടെ അശ്വിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കി. എൻ്റെ ആവശ്യമില്ല, ഇത് മാത്രമാണെങ്കിലും മതി. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ. ഇനി ജീരകമൊക്കെ ഒന്ന് പൊട്ടട്ടെ. എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഞാൻ ഇത് ചേർത്തു. ഗ്രാമ്പൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റാൻ കുറച്ച് പാടാണ്. പക്ഷേ ഈ അല്ലെങ്കിൽ വലിയൊരു പട്ടയുടെ കഷ്ണമായിരിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. പക്ഷേ ഈ ബേ ലീഫൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റാമല്ലോ, കുഴപ്പമില്ല. ജീരകം ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് ഇഷ്ടമാണ്. ഓക്കെ, ദേഹം പൊട്ടി തുടങ്ങി. നല്ല മണം, രക്ഷയില്ല. അങ്ങനെ സാജീരകം ആൻഡ് നല്ല ജീരകം 2 മൂക്കുന്നു. നല്ല മണവും വരുന്നുണ്ട്. ഇതൊരു 3 സവാളയുണ്ട് കേട്ടോ. ഒരു മീഡിയം 2 വലുതും 1 ചെറുതും ഉണ്ടായിരുന്നു. അപ്പോൾ മീഡിയം ആണെങ്കിൽ 3. അപ്പോൾ സവാള എല്ലാം വാടിയല്ലോ. ഓക്കെ,
കളർ മാറാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കാം. ഇതിപ്പോൾ ഒരു 4 പച്ചമുളകുണ്ട്. വലിയ എരിവുള്ളതല്ല കേട്ടോ, 4 പക്ഷെ ഒരുപാട് എരിവില്ലാത്താണെങ്കിൽ 4-5 ഒക്കെ ചേർക്കാം. വലിയ എരിവാണെങ്കിൽ ഒരു 3. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എരിവ് അധികം വേണ്ട, അത് വേണ്ട. കുറച്ച് ഉപ്പും കൂടി ചേർക്കാവേ. ഉള്ളി പെട്ടെന്ന് റെഡിയാകാനാണ് ഉപ്പ് ഈ സമയത്ത് ഇച്ചിരി ചേർക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. അത് അരിഞ്ഞിട്ടാലും മതി, ഇത് പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എന്ന് തന്നെ പറയാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഗാർലിക് പേസ്റ്റും അതുപോലെ 1 ടേബിൾ സ്പൂൺ ചേർക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്നിച്ച് മൂത്തോളൂ. അതായത് സവാള മൂക്കുന്നതോടൊപ്പം ഇതും ഒത്തു കിട്ടും. പിന്നെ നമ്മൾ ചതച്ചിടുകയാണെങ്കിലോ അല്ലെങ്കിൽ അരിഞ്ഞിടുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചേർക്കാം. സവാള ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ചതച്ച്. ഈ പേസ്റ്റ് ആകുമ്പോൾ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിൽ ചെന്ന് ഇങ്ങനെ എന്താ പറയുക അടുക്കി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഉള്ളിയുടെ കൂടെ ചേർക്കുന്നത്. ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ചേർക്കും. ഇനി ഒന്നിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതേ കളറെല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. നിറം മാറി തുടങ്ങിയല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്ന പോലെ അല്ല, ഇതിൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പിടിക്കും. പക്ഷേ സാരമില്ല, അത് നമ്മളിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ടൊമാറ്റോ ഒക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് അതും കൂടി ചേർന്ന് ഇളകി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി നമുക്ക് പൊടികളിടാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. മുളക് പൊടി ഇവിടെ എരിവ് കുറവാണ് വേണ്ടത്, അത് കാരണം ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ജസ്റ്റ് 1 ടീസ്പൂൺ ഇത്ര ചേർക്കുന്നുള്ളൂ. ഇത് നല്ല ചൂടല്ലേ, അത് കാരണം പെട്ടെന്ന് തന്നെ മൂക്കും. ഞാനിപ്പോൾ തീ കുറച്ചിട്ടിരിക്കുവാണേ, എന്നിട്ടാണ് പൊടികളൊക്കെ ചേർത്ത്. നല്ല മണം, നല്ല മണം. ഇതിലിപ്പോൾ ഗരം മസാല ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മിക്സ്ഡ് ഗരം മസാലയുടെ പൊടി ചേർക്കാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടോ പാകത്തിന്. ഇനി ഇതിനകത്തേക്ക് ടൊമാറ്റോ. ഇത് ഒരു ചെറിയ ടൊമാറ്റോ ആയിരുന്നു എന്ന് പറയാം. 1 മീഡിയം ആയിരുന്നു, 1 കുറച്ച് ചെറുതായിരുന്നു. 2 സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് ഇതിനോട് ഇപ്പം ചേർന്നൊന്ന് കുഴഞ്ഞ് വരട്ടെ. വേണമെങ്കിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ പ്യൂറി പോലെ. അങ്ങനെ ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇത് കുഴഞ്ഞ മട്ടായില്ലേ, അത് മതി. ഇനിയാണ് ഞാൻ തൈര് ചേർക്കുന്നത്. ഓക്കെ, തീ ഒന്ന് കുറയ്ക്കുകയാണേ. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഓക്കെ, അധികം പുളിയില്ലാത്ത തൈര്. ഇവിടുത്തെ നല്ല തൈരല്ലേ, അധികം പുളിയൊന്നുമില്ല. നമ്മൾ വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ ഒഴിക്കുന്ന തൈര് ചേർത്താൽ മതി. പാക്കറ്റിൽ കിട്ടുന്ന മറ്റേ എന്താ പറയുക ഭയങ്കര പുളിച്ച തൈര് അത് വേണ്ട കേട്ടോ. ഞാൻ ഒരു ലിക്വിഡ് മാധ്യമം വന്നു കഴിയുമ്പോൾ അതിൻ്റെ താഴെ പിടിച്ചിരിക്കുന്നതെല്ലാം ഇതിനോടൊപ്പം ഇളകി വരും. ആ മൂത്ത ഭാഗമല്ല, അതിങ്ങനെ മൊരിഞ്ഞിരിക്കുന്നതാണ്. അതെല്ലാം കൂടി വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുകയുള്ളൂ. നോൺ സ്റ്റിക്കിലാണെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെ ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. പക്ഷേ സ്റ്റീലാകുമ്പോൾ എത്ര കട്ടിയുള്ള സ്റ്റീലാണെങ്കിലും ഇത് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ആ മുരിഞ്ഞ ഭാഗവും കൂടി നമുക്ക് കിട്ടും. എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ടോ. എണ്ണ പ്ലസ് നെയ്യാണ് കോമ്പിനേഷൻ. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്ന ആ ഈ ഒരു പാകം ഇത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ തൈര് ഇതിൻ്റെ കൂടെ ചേർന്ന് വരും. ഇനിയാണ് ഞാൻ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോണേ. ഓക്കെ, സീക്രട്ട് അല്ല കേട്ടോ, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ക്രീം ചീസാണ്. സാധാരണ നമ്മൾ പുഡിങ്സിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിത് എക്സ്പെരിമെൻ്റലായിട്ട് ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി, നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. അത് ക്രീം ചീസ് ഞാൻ ചേർക്കുന്നു. ഒരു 2-3 ആകാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. നല്ല എന്താ ഇപ്പോൾ നോക്കിയേ, ടെക്സ്ചർ തന്നെ മാറുന്നുണ്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും ചേർത്തപ്പോൾ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഏത് ബിരിയാണിയിലാണെങ്കിലും ക്രീം ചീസ് എന്താ പറയുക ഒരു ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കും ആ ഒരു നമ്മുടെ മസാലയ്ക്ക്. ഓക്കെ, മസാലയുടെ ഒരു കളറും ഒക്കെ മാറിയില്ലേ, ഒരു കുഴമ്പ പോലെ നല്ല റിച്ചായി മാറിയില്ലേ, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ,
ഇനിയാണ് നമ്മുടെ മഷ്റൂമിനെ ചേർക്കാൻ പോകുന്നത്. ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ ഇപ്പോൾ ചുരുങ്ങി പോകും. അതിങ്ങനെ റെഡിയായി വരുമ്പോൾ സംഭവം കുറച്ച് പകുതി ആകും. തീ കുറച്ചിട്ടിരിക്കുവാണേ. തീ വീണ്ടും കുറച്ച് കൂട്ടുന്നു. മസാലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ കുഴമ്പ് പോലെ പൊതിഞ്ഞിരിക്കുന്ന പാകത്തിനുണ്ട്. ഇച്ചിരി കൂടി ഉപ്പ് ചേർക്കാൻ പോകും. ഈ മഷ്റൂം എന്ന് പറഞ്ഞ സംഭവത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് മസാലയിൽ ചേർത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും എരിവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിക്കുന്ന ഒരു സംഭവമല്ല. നമ്മളതിന് മസാലയോടുകൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയെല്ലാം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചാറൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ റൈസിനും ആ മസാലയ്ക്കുമൊക്കെ വരും. തിരിച്ച് അങ്ങോട്ട് മസാലയുടെ എരിവും പുളിയും ഒന്നും കയറുന്നൊരു സംഭവമല്ല മഷ്റൂം. അപ്പം അതുകൊണ്ട് അതിന് മാരിനേഷനിലൊന്നും ഒരു പ്രസക്തിയുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് വേഗട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. വാട്ടർ കണ്ടൻറ്റൊക്കെ ഇറങ്ങട്ടെ. ബൈ ദ ടൈം ഞാൻ ആ റൈസും കൂടി ഒന്ന് എടുത്തിട്ട് വരാം. ഓക്കെ, ബസ്മതി റൈസ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളമായിരിക്കും ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, മഷ്റൂം എല്ലാം ചുരുങ്ങി തുടങ്ങി. അതിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റും ഇറങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇതെല്ലാം ആ മഷ്റൂമിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒന്നുകിൽ നമ്മളിത് കംപ്ലീറ്റ് വേകാനായിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ആ ചാറൊക്കെ ഒന്ന് വെറ്റിയിട്ട് റൈസ് ഇട്ടാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാമല്ലോ. അപ്പോൾ റൈസ് ഞാൻ 3 കപ്പ് റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 കപ്പ് ബസ്മതി റൈസ് അരി. അപ്പോൾ അതിന് ശരിക്കുള്ള കണക്കെന്ന് പറഞ്ഞാൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ 3 കപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കാം. എനിക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഇത് തൈര്, ടൊമാറ്റോ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരുപാട് പുളിയാവില്ലേ? എല്ലാ ആവശ്യത്തിനേ ഉണ്ടാവുള്ളൂ. 1.5 ടീസ്പൂൺ. കുറച്ചുകൂടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനാണ്. പിന്നെ അരിയുടെ ടെക്സ്ചറും ഒക്കെ നന്നായിട്ട് കിട്ടും. നാരങ്ങ നീരും കൂടി ചേർത്ത്. അപ്പോൾ ക്രീം ചീസ് മസ്റ്റൊന്നുമല്ല കേട്ടോ, ഇല്ലാണ്ട് അതുപോലെ ചെയ്യാം. വേണമെങ്കിൽ ക്രീം ചീസിന് പകരം ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു എക്സ്ട്രാ ടേസ്റ്റായിട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. മസാലയിലൊക്കെ നല്ല ടേസ്റ്റി മസാല. ഇച്ചിരി ഉപ്പും കൂടി. ഓക്കെ, ഇച്ചിരി അല്ല, ശരിക്കും കുറച്ചുകൂടി ഇടാം. അരിയും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് ഉപ്പ് വേണമല്ലോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഇതിനകത്തേക്ക് അരി ഇടാൻ പോകുന്നു. 3 കപ്സ് ഓഫ് റൈസ്. ഒരു 1.5 കപ്പോളം ഗ്രേവി ഞാൻ മനസ്സിൽ കാണുന്നു. അപ്പോൾ ഇത്രയും അരിക്ക് ശരിക്കും 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, ബോയിലിംഗ് വാട്ടർ. ഇതിപ്പോൾ ഒരു 4.5 കപ്പ് വെള്ളമുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇല്ല, കുറച്ച് ഉപ്പുണ്ട്, പക്ഷേ ഇച്ചിരി കയറി നിൽക്കുന്നതാണ്. അരിയും കൂടെ വെന്ത് വരുമ്പോൾ ഉപ്പ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അരിയിലും കൂടെ പിടിക്കുമ്പോൾ ചോറിലും കൂടെ ആകുമ്പോൾ കറക്റ്റായിരിക്കും. ഒരല്പം മല്ലിയിലയും കൂടി അരിഞ്ഞിടട്ടെ. പാത്രം അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇതിട്ടേക്കാം. ഓക്കേ, ഇന്ന് എന്തായാലും ലാവിഷായിട്ടോ. മല്ലിയിലുണ്ട്, പക്ഷേ പുതിന ഇസ് നോട്ട് ഇൻ സ്റ്റോക്ക്. അതുകൊണ്ട് പുതിന ഇടാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ പുതിനയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. കുറച്ച് 1/4 കപ്പ് പുതിനയില ഇട്ടാൽ മതി. ഇപ്പോൾ തിള വന്നല്ലോ. ഇനി തീ നന്നായിട്ട് കുറയ്ക്കണം. ചെറിയ തീയിൽ കിടക്കട്ടെ. പാത്രം ഒന്ന് അടച്ചിടാം. ഇടയ്ക്കൊരു പ്രാവശ്യം 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത്രേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു വലിയ വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ ഒരു വിസിലും കൂടി വരട്ടെ. 2 വിസിൽ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാവുള്ളൂ. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ എയർ ടൈറ്റായിട്ട് അടച്ചു. ഇനി ജസ്റ്റ് വെയിറ്റിംഗ് ടൈം. ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ലൈറ്റായിട്ടുള്ള ചെറിയൊരു ചൂട് മതി. ചെറിയ ചൂടിൽ കിടന്നിട്ട് വെന്ത് വറ്റി കിട്ടും. അതാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്തിട്ടുണ്ട്. മഷ്റൂമും ചോറും എല്ലാം. അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിരുന്നല്ലോ. നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ചേർക്കണം, നിർബന്ധമില്ല.
ഞാൻ ചേർത്തേ ഉള്ളൂ. പിന്നെ അതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കസൂരി മേത്തി പൗഡറും കൂടി മസാലയിൽ ചേർത്താലും നല്ലതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ അതും കൂടി ചേർക്കാം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. കാണുന്നുണ്ടല്ലോ. ഇനി ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് സെറ്റാകും. അപ്പോൾ ഇങ്ങനെ തന്നെ വയ്ക്കുക. അടുപ്പ് ഓഫ് ചെയ്യാം. കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലും കൂടി ഇടാം. അരിഞ്ഞെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. ഓക്കെ അല്ലേ? യാ, നൈസ്, നീറ്റ്. തീ ഓഫ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഈസ് റെഡി. മഷ്റൂം ബിരിയാണി. ഞാൻ പറഞ്ഞല്ലോ, അത് 2 കാര്യങ്ങൾ. ഒന്ന്, മല്ലിപ്പൊടി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കസൂരി മെത്തി എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ചേർക്കാം. രണ്ടും നല്ലതാണ്. ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇത് വീണ്ടും അടച്ചിടുന്നു. ഓക്കെ, അപ്പോൾ ചെറിയൊരു തീ നല്ല ഓഫ് ചെയ്തു. ഇതിനി ആ ചൂടിൽ കിടക്കട്ടെ. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാകും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാം. വിളമ്പുന്ന പാത്രത്തിലെല്ലാം മാറ്റും. അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി ഈസ് റെഡി. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്കൊരു സാലഡ് ഉണ്ടാക്കണം. റൈത്ത, ടൊമാറ്റോ, ഇവിടെ ഞാൻ എപ്പോഴും ആപ്പിളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം. ആപ്പിൾ, ടൊമാറ്റോ, ഉള്ളി, കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബർ, തൈര്, പച്ചമുളക് ശകലം അല്പം, പിന്നെ പപ്പടം കാച്ചണം, അച്ചാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ടേസ്റ്റിംഗ് ടൈമൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല. വിശാലമായിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഇന്ന് ടൈമില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു ടേസ്റ്റിംഗ് കാണിക്കാം. ഓക്കെ, ചൂടൊന്നും പോയിട്ടില്ല. നല്ല സൂപ്പർ ചൂടായിട്ടിരിക്കുന്ന. ഈ മഷ്റൂം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമുള്ള മഷ്റൂമാണ്. പിന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വൈറ്റ് മഷ്റൂമിനെക്കാട്ടിലും ബെറ്ററാണ് നമ്മുടെ ഈ ഒരു ചെസ്റ്റ്നട്ട് മഷ്റൂം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം ഇപ്പോൾ ആൻറ്റി ഏജിങ് ആണ് നമ്മൾ തപ്പിക്കൊണ്ട് നടക്കുന്നത്. എന്താ ചിരഞ്ജീവി ആവാനുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. പക്ഷേ എങ്കിലും നമുക്കെപ്പോഴും നല്ല ഫിറ്റായിരിക്കുന്നതല്ലേ, നല്ല ഹെൽത്തി ആയിട്ട്. പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത് മഷ്റൂംസ് ജനറലി ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു സോഴ്സാണ്. അപ്പം നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ, ഫിഷ് എന്നൊക്കെ പറയുന്ന പോലെ വെജിറ്റേറിയൻസിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് മഷ്റൂം, പനീർ, കോളിഫ്ലവർ ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ മഷ്റൂം ഒരു ഡെലിക്കസിയാണ് വെജിറ്റേറിയൻസിന്. അപ്പോൾ ഈ മഷ്റൂം ബിരിയാണി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന്. യമ്മി യമ്മി. ഒരു ടേസ്റ്റി. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മസാലയിൽ ചെറിയ മാറ്റങ്ങൾ എന്ത് വേണമെങ്കിലും വരും. പക്ഷേ ക്രീം ചീസും കൂടി ചേർത്തിട്ട് ചെയ്ത് നോക്ക്, ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എക്സലൻ്റ് ആയിരിക്കും. പപ്പടം, പിക്കിള്, റൈത്ത എല്ലാം കൂടി. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് മുളകുപൊടിയുടെ അളവൊന്നും കൂട്ടണ്ട. വേണമെങ്കിൽ ഇച്ചിരി വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി. ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി. പച്ചമുളകും നോക്കിയിട്ട് ചേർക്കാം. സന്ദേശമായില്ലേ ഇന്നത്തെ ഐറ്റം കണ്ടിട്ട്? അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഫുഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുപോലെയൊക്കെ പറ്റുന്ന ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇനി എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക അല്ലേ. അപ്പോൾ മറ്റൊരു ദിവസം വരാം കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്. എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയും കമൻസ് അയയ്ക്കുക. സന്തോഷം മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.